റസൂൽ പൂക്കുട്ടി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും സ്ഥാനമൊഴിഞ്ഞു. ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരുടെയും രാജി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ജഗദീഷ്, സലിംകുമാർ, പ്രേംകുമാർ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. LDF സർക്കാരിന്റെ അവസാന കാലത്താണ് ഓസ്കർ ജേതാവായ റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് നിയമിച്ചത്. 7 മാസത്തിനു ശേഷം സർക്കാർ മാറിയതോടെ റസൂൽ പൂക്കുട്ടിയുടെ പടിയിറക്കം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതായി അറിയിച്ച് റസൂൽ പൂക്കുട്ടി ചീഫ് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും രാജി കൈമാറിയിട്ടുണ്ട്. LDF സർക്കാരിന് കീഴിൽ ദീർഘകാലം ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച സി അജോയ് മാതൃവകുപ്പിലേക്ക് മടങ്ങും. ചലച്ചിത്ര താരങ്ങളും കോൺഗ്രസ് അനുഭാവികളുമായ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെ അക്കാദമിയുടെ തലപ്പത്തേക്ക് പരിഗണിക്കുകയാണ് UDF സർക്കാർ. ജഗദീഷ്, സലീംകുമാർ, പ്രേംകുമാർ, സംവിധായകൻ ദീപു കരുണാകരൻ എന്നിവരുടെ പേരുകൾ സജീവ പരിഗണനയിലാണ്. LDF സർക്കാരിന്റെ കാലത്ത് ചെയർമാനായിരുന്ന പ്രേംകുമാർ അറിയിപ്പില്ലാതെ തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കിയതാരോപിച്ച് ഇടതുപക്ഷവുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് കോൺഗ്രസിനൊപ്പം ചേർന്നിരുന്നു. UDF സർക്കാർ തന്നെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേംകുമാർ. അഭിനേതാക്കളായ സന്തോഷ് കീഴാറ്റൂർ, നിഖില വിമൽ, സുധീർ കരമന, സംവിധായകൻ അമൽ നീരദ്, ഗായിക സിതാര കൃഷ്ണകുമാർ, തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഭരണസമിതിയും പുനഃസംഘടിപ്പിക്കും. ചലച്ചിത്ര ക്ഷേമനിധി ബോർഡ് അധ്യക്ഷ സ്ഥാനം മധുപാൽ രാജിവെച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.